ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യു ആർ വാച്ചിങ് ഡയലോഗ് 360 ബൈ ജിംജു. മാധ്യമങ്ങൾ അങ്ങനെയാണ്. അവർക്ക് ബ്രേക്കിംഗ് ന്യൂസ് ഇല്ലാത്തപ്പോൾ അവർ ഒരാളെ മഹാമനുഷ്യനാക്കും, അദ്ദേഹത്തിന് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ രചിക്കും, അദ്ദേഹത്തിന് വേണ്ടി അഹോരാത്രം വാദിക്കും. എന്നാൽ കാര്യം കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒരു മടിയുമില്ലാതെ കറിവേപ്പില പോലെ വലിച്ചെറിയും. രഞ്ജിത്ത് ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൂടെ ആഘോഷിക്കപ്പെട്ട രഞ്ജിത്ത് ഇസ്രായേൽ നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ ആ സ്ഥലത്ത് പ്രവേശിപ്പിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത, അതുപോലെ തന്നെ രഞ്ജിത്തിനെ മർദ്ദിച്ചു എന്ന രീതിയിൽ മാധ്യമങ്ങളിലൂടെ നടന്ന പ്രതിഷേധം, അതിലുപരി മറ്റൊരു മാധ്യമത്തിന് അദ്ദേഹത്തിൻ്റെ പേരിലെ ഇസ്രായേൽ എന്താണെന്നറിയാനുള്ള പ്രത്യേക കൗതുകം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായി വന്ന സ്പെഷ്യൽ സ്റ്റോറികൾ, എന്തിനേറെ കല്യാണം കഴിക്കാത്തത് എന്താണെന്ന് വരെ ഇന്നലെ വരെ ചർച്ചയായി. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം ഒന്ന് പാളിയതിൻ്റെ പേരിൽ ഒരു മാധ്യമത്തിൻ്റെ അഭിപ്രായം നമുക്കൊന്ന് കേട്ടെടുത്തിച്ചു തരാം. രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു. അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു. അന്ന് NDRF-നൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു. ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവം മാധ്യമങ്ങളെയും ആ അർജുൻ്റെ വീട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു. അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു. വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത്. നമ്മൾ കേരളീയരെന്ന് അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ ഇദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായത്തിൽ നമുക്കങ്ങനെ വലുതായി അത്ഭുതപ്പെടാനൊന്നുമില്ല. അവരെ നമുക്കറിയുന്നതാണ്. അദ്ദേഹത്തെ വലിയ മഹാനാക്കിയതും അവർ തന്നെയാണ്. എന്നാൽ കാര്യം കഴിഞ്ഞപ്പോൾ എടുത്ത് തോട്ടിലെറിഞ്ഞതും അവർ തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വരുന്നവരാണ്. വല്ലാതെ മാധ്യമ വാർത്തയിലും അവരുടെ സ്റ്റോറിയിലും ലൈവ് അപ്ഡേഷനിലുമൊക്കെ വല്ലാതെ അഭിരമിച്ചാൽ എന്തായിരിക്കും ഫലം എന്ന് എല്ലാവർക്കും കാണിച്ചു തരുന്ന ഒരു ചെറിയ ഉദാഹരണം മാത്രമാണിത്. കൂടുതൽ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.